നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാന് ഇരട്ടി പ്രഹരം നൽകാൻ ഇന്ത്യ സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി നടത്തിയ ചർച്ചയിൽ ആക്രമണം കടുപ്പിക്കാൻ തീരുമാനം. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയം 99.5%. 4,24,583 കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടി. MDMA കടത്ത് കേസിൽ മുഖ്യ സൂത്രധാരൻ സൌത്ത് തൃത്താല സ്വദേശി ജാഫർ സാദിഖ് ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഓങ്ങല്ലൂർ പട്ടാമ്പി മേഖലയിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണികളാണ് മൂവരുമെന്ന് പോലീസ്. ചാവക്കാട് കോടതി നിർമ്മാണം പുരോഗതി വിലയിരുത്തി ഗുരുവായൂർ MLA NK അക്ബർ. 37.9 കോടി രൂപ ചെലവഴിച്ച് 5 നിലകളിലായി നിർമ്മിക്കുന്ന ചാവക്കാട് കോടതിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. വാർത്തകൾ വിശദമായി. പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാന് ഇരട്ടി പ്രഹരം നൽകാൻ ഇന്ത്യ. സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി നടത്തിയ ചർച്ചയിൽ ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചു. യോഗ തീരുമാനം പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. യുദ്ധസമാന സാഹചര്യം ഔദ്യോഗിക യുദ്ധപ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമോ എന്നതിലാണ് ആകാംക്ഷ. ഇന്ത്യയുടെ തുടർ നീക്കങ്ങളിലടക്കം നിർണായകമാകുന്ന ഉന്നതതല യോഗമാണ് ദില്ലിയിൽ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. നിലവിലെ സുരക്ഷാ സാഹചര്യമടക്കം യോഗത്തിൽ ചർച്ചയായി. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, എയർ ചീഫ് മാർഷൽ AP സിംഗ്, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 15 ഇന്ത്യൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം 2 തവണ നടത്തിയ ആക്രമണശ്രമം പൊളിഞ്ഞിട്ടും പിന്മാറാതെ പാകിസ്ഥാൻ ആക്രമണശ്രമം തുടരുകയാണ്. ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്താനായി സാംബ ജില്ലയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 7 ഭീകരരെ അതിർത്തി രക്ഷാസേന വധിച്ചു. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നാണ് സൂചന. ഇന്ത്യൻ നഗരങ്ങൾ ലക്ഷ്യമാക്കി പാക് സൈന്യം നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നത്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റ് തകർന്നു. നുഴഞ്ഞുകയറ്റ സംഘത്തെ വകവരുത്തുന്ന ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 4,24,583 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 99.5% വിദ്യാർത്ഥികൾ വിജയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിജയം കഴിഞ്ഞ വർഷത്തിനേക്കാളും 1% കുറവാണ്. കഴിഞ്ഞ വർഷം 99.6% വിജയം. എല്ലാ വിഷയത്തിലും 61,449 പേർ A+ നേടി. പാല, മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിൽ 100% വിജയം. ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ. റവന്യൂ ജില്ലകളിൽ ഏറ്റവുമധികം വിജയം നേടിയത് കണ്ണൂർ, 99.87%. കുറവ് തിരുവനന്തപുരവും. ഏറ്റവും കൂടുതൽ A+ ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്, 4,115 വിദ്യാർത്ഥികൾ. ആകെ 4,27,021 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. MDMA കടത്ത് കേസിൽ സൌത്ത് തൃത്താല സ്വദേശി ജാഫർ സാദിഖ് ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഇത് 2ാം തവണയാണ് ജാഫർ സാദിഖ് MDMA കടത്ത് കേസിൽ പിടിയിലാകുന്നത്. മാരക മയക്കുമരുന്നായ MDMA കടത്തിയ കേസിൽ സൌത്ത് തൃത്താല സ്വദേശി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. മുഖ്യ സൂത്രധാരൻ സൌത്ത് തൃത്താല മാടപ്പാട്ട് പട്ടിക്കര വളപ്പിൽ MP ജാഫർ സാദിഖ്, ഓങ്ങല്ലൂർ കല്ലടിപ്പറ്റ പാറമേൽ ഇല്യാസ്, ഓങ്ങല്ലൂർ മണ്ണയിൽ വീട്ടിൽ M ഫഹദ് അലവി എന്നിവരാണ് പിടിയിലായത്. തിങ്കളാഴ്ച പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് പിൻവശത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇല്യാസും ഫഹദ് അലവിയും പിടിയിലായത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ജാഫർ സാദിഖ് പിടിയിലായത്. 2023 നവംബർ 11-ന് 300 ഗ്രാം MDMAയുമായി തൃത്താലയിൽ പിടിയിലായ ജാഫർ സാദിഖ് ഈ അടുത്താണ് ജാമ്യത്തിലിറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. ഇതിനുശേഷവും ലഹരി ഇടപാട് തുടരുകയായിരുന്നു. ഒമാനിൽ നിന്നും ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് സംശയം. ഓങ്ങല്ലൂർ പട്ടാമ്പി മേഖലയിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണികളാണ് മൂവരുമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ജാഫറിന്റെ നേതൃത്വത്തിൽ സമാന രീതിയിൽ വിദേശത്തു നിന്നും മയക്കുമരുന്നെത്തിച്ച് വിൽപ്പന നടത്തുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. ഡിവൈഎസ്പിമാരായ അബ്ദുൾ മുനീർ, R മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ ഹേമലത എന്നിവരുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് ടൗൺ സൗത്ത് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് മയക്കുമരുന്നും കടത്തിയവരെയും പിടികൂടിയത്. ചാവക്കാട് കോടതി നിർമ്മാണം പുരോഗതി വിലയിരുത്തി ഗുരുവായൂർ MLA NK അക്ബർ. 37.9 കോടി രൂപ ചെലവിട്ട് 5 നിലകളിലായി നിർമ്മിക്കുന്ന ചാവക്കാട് കോടതിയുടെ നിർമ്മാണം അവസാന മിനുക്കുപണിയിലാണ്.
നിലവിൽ കെട്ടിടത്തിന്റെ ഇന്റീരിയർ പ്രവൃത്തികളും കോടതിക്കുളത്തിന്റെ നവീകരണം, സമ്പ്, മഴവെള്ള സംഭരണ സംവിധാനം എന്നിവയുടെ നിർമ്മാണം തുടങ്ങിയവയാണ് നടക്കുന്നത്. കോടതി കെട്ടിട നിർമ്മാണത്തോടൊപ്പം കോടതി വളപ്പിലെ കോടതിക്കുളം കൂടി നവീകരിച്ച് ആകർഷകമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ കൂടി നടന്നുവരികയാണ്. പൊതുമരാമത്ത് സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ശാലിനി MLAക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിശദീകരണം നൽകി. 5 നിലകളിലായി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, പോക്സോ കോടതി, മുൻസിഫ് കോടതി, സബ് കോടതി എന്നിവയ്ക്ക് പ്രവർത്തിക്കാവുന്ന രീതിയിലാണ് കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 50,084 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത്. ആധുനിക രീതിയിലുള്ള കെട്ടിടത്തിൽ ബാർ അസോസിയേഷൻ, ക്ലർക്സ് അസോസിയേഷൻ എന്നിവയ്ക്കുള്ള ഹാളുകൾ, പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ അവസാനത്തോടെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാനാകുമെന്നും ഹൈക്കോടതി അനുമതിയോടെ പുതിയ കെട്ടിടത്തിൽ കോടതി ആരംഭിക്കാനാകുമെന്നും MLA അറിയിച്ചു. MLAയോടൊപ്പം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രജിത് കുമാർ, ബാർ അസോസിയേഷൻ പ്രതിനിധികൾ, കരാറുകാരായ നിർമ്മാൺ കമ്പനിയുടെ എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണന മേള എന്ന പേരിൽ ചാവക്കാട് ബ്ലോക്ക് തല പാചക മത്സരം നടന്നു. ചാവക്കാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് റഷീദ് എന്നിവർ പങ്കെടുത്തു. പായസം, ജ്യൂസ്, നാടൻ വിഭവങ്ങൾ, പുട്ട്, കേക്ക് എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നു മത്സരത്തിൽ ഉൾപ്പെടുത്തിയത്. പാചക വിദഗ്ധൻ ജയശങ്കർ വിധികർത്താവായി. ചാവക്കാട് കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ്, വടക്കേക്കാട് കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രബീന സത്യൻ, പുന്നയൂർക്കുളം കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ രാജൻ, പുന്നയൂർ കുടുംബശ്രീ ചെയർപേഴ്സൺ അനിത സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സംരംഭം വനിതാ ടീ ഷോപ്പ് തുറന്നു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് വനിതാ ഘടക പദ്ധതിക്ക് 2 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സുലൈഖ ഖാദർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കയ്യുമു ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലോമിന ടീച്ചർ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെയും സെബസ്തനോസിന്റെയും സംയുക്ത തിരുനാൾ വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. വ്യാഴാഴ്ച രാവിലെ ദിവ്യബലിയും പ്രസുതേന്തി വാഴ്ചയും ലതീഞ്ഞും നൊവേനയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവയുടെ വെഞ്ചരിപ്പും വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പുമുണ്ടായി. വൈകിട്ട് തിരുകർമ്മങ്ങൾക്കു ശേഷം 6:30 ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഫാദർ ഷെൽബിൻ മാണിക്കത്താൻ നിർവഹിച്ചു. രാത്രി വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തുടർന്ന് സംയുക്ത ബാൻഡ് വാദ്യവും അരങ്ങേറി. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 10:30 ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികനായി. ഫാദർ ജോർജ് ചാത്തോളി, ഫാദർ വിജു കോലങ്കണ്ണി എന്നിവർ സഹകാർമ്മികരായി. വൈകിട്ട് 5 ദിവ്യബലിയും തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടന്നു. വാദ്യഘോഷങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. വൈകിട്ട് 7 മണിക്ക് ഗാനമേള വിത്ത് ഫ്യൂഷൻ അരങ്ങേറി. ശനിയാഴ്ച രാവിലെ 6:30 ഇടവകയിൽ നിന്നും മരിച്ചവരുടെ ഓർമ്മയ്ക്കായുള്ള ദിവ്യബലിയോടെ തിരുനാളാഘോഷത്തിന് സമാപനമാകും. ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ, തിരുനാൾ ജനറൽ കൺവീനർ TD ഡെൽവിൻ, പബ്ലിസിറ്റി കൺവീനർ PB റാഫി എന്നിവർ നേതൃത്വം നൽകി. സൈനുദ്ദീൻ ഖുറൈഷി രചിച്ച റുഹാനി എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം മെയ് 12 നടക്കും. പുസ്തക പ്രകാശനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വിനു വടേരി അധ്യക്ഷനായി. RA അബ്ദുൾ ഹക്കീം, CT ജാൻസി മാസ്റ്റർ, TS സനു എന്നിവർ സംസാരിച്ചു. മെയ് 12 പൂവത്തൂർ വ്യാപാര ഭവനിൽ വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങ് പ്രശസ്ത സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. കവി ഡോക്ടർ C രാവുണ്ണി പുസ്തക പ്രകാശനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, എഴുത്തുകാരൻ പ്രസാദ് കാക്കശ്ശേരി തുടങ്ങി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. പുരോഗമന കലാസാഹിത്യ സംഘം ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുസ്തക പ്രകാശന കർമ്മം സംഘടിപ്പിക്കുന്നത്. കുന്നംകുളത്ത് ആളൊഴിഞ്ഞ് തരിച്ചിട്ട പാടത്തെ പറമ്പിൽ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒട്ടകത്തിന്റെ ജഡം കത്തിച്ച് സംസ്കരിച്ചു. തൃശൂരിൽ താമസിക്കുന്ന പുതുക്കുളങ്ങര ബാലഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ചൊവ്വന്നൂർ മീമ്പിക്കുളത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു ഒട്ടകത്തിന്റെ ജഡം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കുഴിയെടുത്ത് മൂടിയ നിലയിൽ കണ്ടത്. തുടർന്ന് നാട്ടുകാർ വാർഡ് കൗൺസിലറെയും കുന്നംകുളം പോലീസിനെയും വിവരം അറിയിച്ചു.
പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അയൽവാസിയായ ഗൃഹനാഥനാണ് ഒട്ടകത്തിന്റെ ജഡമാണ് കുഴിച്ചിട്ടുള്ളതെന്ന് സ്ഥിരീകരിച്ചത്. അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നതിനാൽ സമീപവാസികളുടെ ആവശ്യപ്രകാരം കുന്നംകുളം നഗരസഭയുടെയും പോലീസിന്റെയും സഹായത്തോടുകൂടി പാടത്തെ പറമ്പിൽ ജഡം കത്തിച്ചു നശിപ്പിക്കുകയായിരുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ പപ്പായ കൃഷി ചെയ്ത് വിജയഗാഥ രചിച്ചിരിക്കുകയാണ് വേലൂർ മച്ചിങ്ങൽ ദിലീപ് കുമാർ. കൃഷി ജീവവായുവായ ദിലീപിന്റെ കൃഷിയിടത്തിൽ പപ്പായ വിളവെടുപ്പ് നടത്തി. വേലൂർ കീരാലൂർ പെരുമ്പള്ളിപ്പാട്ട് ഫസലിന്റെ 10 ഏക്കർ കൃഷിയിടം പാട്ടത്തിനെടുത്താണ് ദിലീപ് കൃഷി ചെയ്യുന്നത്. 3.5 ഏക്കർ ഭൂമിയിൽ വിവിധ ഇനത്തിൽപ്പെട്ട വാഴകളാണ് കൃഷി ചെയ്യുന്നത്. ചേന, കാച്ചിൽ, മഞ്ഞൾ, പൊടിക്കിഴങ്ങ്, തണ്ണിമത്തനടക്കമുള്ള മറ്റു വിളകൾ മറ്റു സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ദിലീപ് റെഡ് ലേഡി വിഭാഗത്തിലുള്ള പപ്പായ തിരഞ്ഞെടുത്തത്. 6 മാസം മുൻപാണ് തൈകൾ നട്ടതും. കൃഷിയുടെ ആദ്യ നാളുകളിൽ മുള്ളൻ പന്നി ചെടികൾ നശിപ്പിച്ചുവെങ്കിലും തോട്ടയുടമ മതിലിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത് ദിലീപിന് ഏറെ സഹായകമായി. തികച്ചും ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചത്. ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, കടല, വേപ്പിൻ പിണ്ണാക്കുകൾ, എല്ലുപൊടി എന്നിവയാണ് പ്രധാനമായും കൃഷിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. നൂതന കൃഷിരീതിയായ ട്രിപ്പിംഗ് ഇറിഗേഷൻ രീതി തിരഞ്ഞെടുത്തത് ജലനഷ്ടം കുറയ്ക്കുവാനും സഹായകമായി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗം ശുഭ അനിൽകുമാർ, കൃഷി ഓഫീസർ അജ്ന തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ദിനത്തിൽ തന്നെ 150 കിലോയോളം വിളവെടുപ്പിൽ ലഭിച്ചു. വിളവെടുപ്പിന് ശേഷം തോട്ടത്തിൽ വന്ന് പപ്പായ വാങ്ങുന്നവരുടെ എണ്ണവും ഏറെയാണ്. ഇത് നമുക്ക് കിലാലൂരുള്ള ഫൈസൽക്കാരുടെ സ്ഥലമാണ്, പെരുമ്പള്ളിശ്ശേരി. അപ്പോൾ മൂപ്പരുടെ 10 ഏക്കർ സ്ഥലമാണിത്. ഇതിലിപ്പോൾ ഞാൻ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു ഇക്കൊല്ലം ആദ്യമായിട്ടാണ് ഞാൻ പപ്പായ കൃഷി ചെയ്തു നോക്കാമെന്നുള്ളൊരിത് തോന്നിയത്. ബാക്കിയുള്ള എല്ലാ കൃഷികളും ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഒരു 100 റെഡ് ലേഡി പപ്പായ ചെയ്തു നോക്കി. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വിളവെടുക്കാനുള്ളൊരു കണ്ടീഷനായിട്ടുണ്ട്. നല്ല രീതിയിൽ കായുണ്ടായിട്ടുണ്ട്. ബയോടെക്നോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ പന്നിശ്ശേരി സ്വദേശിനിക്ക് അഭിനന്ദനവുമായി കോൺഗ്രസ്. പന്നിശ്ശേരി ആനക്കാക്കിൽ വേണു ഗീത ദമ്പതികളുടെ മകൾ ശ്രീലക്ഷ്മിക്കാണ് ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബയോടെക്നോളജിയിൽ ഡോക്ടറേറ്റ് ലഭിച്ചത്. നാടിന് അഭിമാനമായി ഡോക്ടറേറ്റ് നേടിയ ശ്രീലക്ഷ്മിയെ കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തി അഭിനന്ദിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം AA കൃഷ്ണൻ, മുൻ പഞ്ചായത്ത് അംഗം അൽഫോൺസ ഗ്രേസൺ, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് TM ജോബ്, സിബി സൈമൺ, TK ജോൺസൺ എന്നിവരാണ് ശ്രീലക്ഷ്മിയെ വസതിയിലെത്തി അഭിനന്ദിച്ചത്. വാർഡ് പ്രസിഡന്റ് ജോബ് ഷോൾ അണിയിച്ചു. ജെയ്സൺ ചാക്കോ മൊമന്റോ സമ്മാനിച്ചു. തൃപ്രയാർ സ്വദേശി ആലിക്കൻ ലിനീഷിന്റെ ഭാര്യയാണ് ശ്രീലക്ഷ്മി. ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ ആണ് ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബയോടെക്നോളജിയാണ് സബ്ജക്റ്റ്. ഇപ്പോൾ MHRDയുടെ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. അത് ഫോറിൻ കൊളാബറേഷൻ ഉള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ UK പോയിട്ട് വന്നു. ഇപ്പം ഞാനത് ഒരു 3 to 4 months ബാക്കിയുണ്ട്. അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്യണം. കെ കരുണാകരൻ ഫൗണ്ടേഷൻ പുന്നയൂരിന്റെ നേതൃത്വത്തിൽ പുന്ന നൌഷാദ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള 4ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് May 20 ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുന്നേർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഗലാട് MIC ഗ്രൗണ്ടിൽ KK ഖാദർ നഗറിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുക. ജില്ലയ്ക്ക് അകത്തും പുറത്തുമുള്ള 7ഓളം പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. വിജയികൾക്ക് പുന്ന നൌഷാദ് മെമ്മോറിയൽ ട്രോഫിക്ക് പുറമെ ക്യാഷ് പ്രൈസും സമ്മാനിക്കും. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുജീബ് അഗലാട്, കൺവീനർ താച്ചു കരിയാടൻ, ട്രഷറർ ഷംറൂദ് പടിഞ്ഞാറയിൽ, ഖത്തർ പ്രതിനിധി KH നൌഷാദ്, വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ പള്ളത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യുവാവിനെ കാണാതായതായി പരാതി. വടക്കാഞ്ചേരി ചിറ്റണ്ട ചങ്ങംകുഴി വീട്ടിൽ ബിജീഷിനെയാണ് കാണാതായത്. ചിറ്റണ്ടയിൽ നിന്ന് വിഘ്നേശ്വര ബസ്സിൽ തൃശൂരിൽ ഇറങ്ങിയ ഇയാളെക്കുറിച്ച് പിന്നീട് വിവരം ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 84 46 30 42 41 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. കൊച്ചന്നൂർ ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം നടത്തി. May 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു പ്രതിഷ്ഠാദിന ചടങ്ങുകൾ. ക്ഷേത്രം തന്ത്രി അനിൽ ശാന്തിയുടെയും മേൽശാന്തി പ്രകാശൻ ചുങ്കത്തിന്റെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വാദ്യാഘോഷങ്ങളോടെ ജീവകലശം, അഷ്ടബന്ധം എന്നിവ എഴുന്നള്ളിച്ചു. ഉച്ചവരെ പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. വൈകിട്ട് 4 മണി മുതൽ നടക്കൽ പറവെപ്പ്, എഴുന്നള്ളിപ്പ്, അത്താഴപൂജ, ഭഗവതിക്ക് ഗുരുതി തർപ്പണം, മംഗളപൂജയും ഉണ്ടായി. അഭിനവ് കൊടിയാട്ടിലും സംഘവും നയിച്ച മദ്ദളകേളിയും അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് PK മോഹനൻ, സെക്രട്ടറി വിനേഷ് താണിശ്ശേരി, ട്രഷറർ AP കുഞ്ഞുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഇരിങ്ങിപ്പുറം SMUP സ്കൂളിൽ പെൺകുട്ടികൾക്കായി ഏപ്രിൽ 2 മുതൽ നടന്നുവന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പിന്റെ സമാപനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കായിക പ്രവർത്തനങ്ങൾക്കിടയിൽ കുട്ടികൾ നേരിടുന്ന അപകട സാഹചര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെക്കുറിച്ച് കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ഹരിശങ്കർ സംസാരിച്ചു. വാർഡ് കൌൺസിലർ ഷീജ ഭരതൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ KS സജീവ് മാസ്റ്റർ ക്യാമ്പ് വിശദീകരണം നടത്തി. കുട്ടികൾക്കുള്ള ജേഴ്സിയുടെ പ്രകാശനം സീതാ രവീന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലിന് നൽകി നിർവഹിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി PD നിവേദ്യ ക്യാമ്പ് അനുഭവങ്ങൾ പങ്കുവച്ചു. PTA പ്രസിഡന്റ് PA ദിനുദാസ്, അധ്യാപിക M റീന, ക്യാമ്പ് പരിശീലകനും കായിക അധ്യാപകനുമായ സന്തോഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. PTA, MPTA, OSA അംഗങ്ങളും രക്ഷിതാക്കളും പങ്കെടുത്തു. 43ാമത് വിചാര AKGN ഭഗത് സിംഗ് സ്മാരക സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. കോഴിക്കുളങ്ങര മൈതാനിയിൽ ആരംഭിച്ച ഫുട്ബോൾ മേള കടപ്പുറം സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് TP ഫർഷാദ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ MB പ്രമീള, സംഘാടക സമിതി ചെയർമാൻ ദിനേശ് കല്ലായി, വിചാര സെക്രട്ടറി TP അക്ബർ ഖാൻ, പ്രസിഡന്റ് KR രജിത്, TA കുമാരൻ, ബാബു ചെഞ്ചേരി, സിറാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് ട്രോഫിയും 30,000 രൂപയുമാണ് ലഭിക്കുക. വാശിയേറിയ ആദ്യ മത്സരത്തിൽ MFC തിരുവത്രയും ലിബയൻ പാടൂരും ഏറ്റുമുട്ടി. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ആരംഭിച്ചു. അകലാട് MIC സ്കൂളിൽ ആരംഭിച്ച ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ AK അറഫാത്ത് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ചിതു രാജേഷ്, മുജീബ് റഹ്മാൻ, സെലീന നാസർ, ഫുട്ബോൾ പരിശീലകൻ അനസ് എന്നിവർ സംസാരിച്ചു. പങ്കെടുക്കുന്ന കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 25 പേർക്കാണ് സ്ഥിരമായി പരിശീലനം നൽകുക. റോഡപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് ജീവകാരുണ്യ മേഖലയിൽ രൂപം കൊണ്ട ആക്ട് സംഘടന 25 വർഷം പൂർത്തിയാക്കി. ആക്ട്സിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാ സമ്മേളനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ആക്ട്സ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് TA അബൂബക്കർ അധ്യക്ഷനായി. ആക്ട്സ് ജില്ലാ ജനറൽ സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. പുതിയ ആംബുലൻസിന്റെ സമർപ്പണം സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ആക്ട്സ് ഭവന നിർമ്മാണ പദ്ധതിയായ സ്വപ്ന സൗധത്തിന്റെ പ്രഖ്യാപനം നടത്തി. കുന്നംകുളം ACP CR സന്തോഷ്, ചലച്ചിത്ര താരങ്ങളായ നിയാസ് ബക്കർ, കലാഭവൻ നവാസ് എന്നിവർ വിശിഷ്ടാതിഥികളായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, നഗരസഭാ കൌൺസിലർമാരായ K അജിത് കുമാർ, അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ്, വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, ആക്ട്സ് ജില്ലാ ഭാരവാഹികളായ CR വത്സൻ, ലൈജു സെബാസ്റ്റ്യൻ, വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, ആക്ട്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, ജില്ലാ കൺവീനർ KM അബ്ദുൾ സലീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആക്ട്സ് ടീം അവതരിപ്പിച്ച കരോക്കെ ഗാനമേള അരങ്ങേറി. ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ടുനിന്ന ആറാട്ട് മഹോത്സവത്തിന് കൊടിയിറങ്ങി. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെയ് 2 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു ആറാട്ട് മഹോത്സവം നടത്തിയത്. ഇതിന്റെ ഭാഗമായി 2-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കൊടിയേറ്റവും രാത്രി 8 മണിക്ക് ഗംഗാ ശശിധരൻ അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷനുമുണ്ടായി. കൊടിയേറ്റം മുതൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളുമുണ്ടായി. മെയ് 8-ന് വ്യാഴാഴ്ച വൈകിട്ട് 6:30-ന് ഉപ്പുങ്ങൽ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളോടെ പള്ളിവേട്ട എഴുന്നള്ളിപ്പും 9 മണിക്ക് പള്ളിവേട്ടയും നടന്നു. ആറാട്ട് ദിവസമായ മെയ് 9 വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് പള്ളി ഉണർത്തൽ കഴിഞ്ഞ് കണി കാണിക്കലും ആറാട്ടുബലിയും കഴിഞ്ഞ് ഭഗവാൻ 8 മണിക്ക് വാദ്യാഘോഷങ്ങളോടെ പഞ്ചവടി വാ കടപ്പുറത്തേക്ക് എഴുന്നള്ളി. തുടർന്ന് പഞ്ചവടി വാ കടപ്പുറത്ത് പശ്ചിമ സാഗരത്തിൽ ആറാട്ട് കഴിഞ്ഞ് വാദ്യാഘോഷങ്ങളോടെ തിരിച്ചെഴുന്നള്ളുകയും ആറാട്ട് ഉത്സവത്തിന്റെ കൊടി ഇറക്കുകയും ചെയ്തു. പിന്നീട് കലശാഭിഷേകവും ശ്രീഭൂതബലിയും കഴിഞ്ഞ് 11:30-ന് ഭക്തർക്കുള്ള ഭഗവാന്റെ പ്രസാദ ഊട്ടോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമായി. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. 100ാം വാർഷികം ആഘോഷിക്കുന്ന കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ചരിത്രത്തിലാദ്യമായി 100-ൽ 100. 79 ആൺകുട്ടികളും 62 പെൺകുട്ടികളുമടക്കം 141 കുട്ടികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. 4 കുട്ടികൾക്കും ഫുൾ A+ഉം കിട്ടിയിട്ടുണ്ട്. 25-26 100ാം വാർഷികം ആഘോഷിക്കാൻ ഇരിക്കെയാണ് ചരിത്രത്തിൽ ആദ്യമായി SSLC പരീക്ഷയിൽ 100 മേനി വിജയം കണ്ടെത്താൻ കഴിഞ്ഞത്.
SSLC പരീക്ഷയിൽ ചൂണ്ടൽ പഞ്ചായത്തിൽ സമ്പൂർണ്ണ വിജയം. പഞ്ചായത്തിലെ 4 വിദ്യാലയങ്ങളിലായി പരീക്ഷ എഴുതിയ 578 വിദ്യാർത്ഥികളും SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കി. പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തിയത് കേച്ചേരി അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. 230 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചതിൽ 13 പേർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥി തോറ്റതിനെ തുടർന്ന് 100% വിജയം നഷ്ടപ്പെട്ടിരുന്നു. ഇക്കുറി മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയത്തിലേക്ക് നയിച്ച് 100% വിജയം തിരിച്ചുപിടിച്ചിരിക്കുകയാണ് അൽ അമീൻ സ്കൂൾ. കഴിഞ്ഞ 20 വർഷമായി തുടരുന്ന 100% വിജയം ഈ വർഷവും ആവർത്തിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് തലക്കോട്ടുകര അസീസി ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാലയത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ 100% വിജയം നേടിവരുന്ന വിദ്യാലയത്തിൽ 69 വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത്. ഇതിൽ 19 പേർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിദ്യാലയത്തിന്റെ അഭിമാന താരങ്ങളായി. ചൂണ്ടൽ ഡീപോൾ ഇംഗ്ലീഷ് സ്കൂളിലും 100% വിജയമാണ് 10ാം തരം പരീക്ഷയിൽ കരസ്ഥമാക്കിയത്. വർഷങ്ങളായി 100% വിജയം നേടുന്ന വിദ്യാലയത്തിൽ 83 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15 പേർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയത് 100% വിജയത്തിന് ഇരട്ടി മധുരമായി. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഇക്കുറിയും ചരിത്രം ആവർത്തിച്ച് 100% വിജയം നേടി. 149 പേരാണ് ഇക്കുറി വിദ്യാലയത്തിൽ 10ാം തരം പരീക്ഷ എഴുതിയത്. മുഴുവൻ പേരും വിജയം നേടി വിദ്യാലയത്തിന്റെ അഭിമാനമുയർത്തിയപ്പോൾ 46 പേർ ഫുൾ A+ നേടി വിദ്യാലയത്തിലെ താരങ്ങളായി. പഞ്ചായത്തിൽ മുഴുവൻ വിദ്യാലയങ്ങളും 100% വിജയം നേടിയതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, സ്മിത ഷാജി എന്നിവർ വിദ്യാലയങ്ങളിൽ സന്ദർശനം നടത്തി. LIG സ്കൂളിൽ പ്രധാന അധ്യാപിക മറിയ ഗ്രേസിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ ചേർന്ന് പഞ്ചായത്ത് ഭരണാധികാരികളെ സ്വീകരിക്കുകയും മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു. ഡീപോളിൽ പ്രധാന അധ്യാപകൻ ഫാദർ വിൻസെന്റ് ചിറക്കൽ മണവാളൻ പ്രസിഡന്റിനെയും മറ്റ് പ്രതിനിധികളെയും സ്വീകരിച്ചു. അസീസി സ്കൂളിൽ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാൻഡി ജോസഫ്, അൽ അമീൻ സ്കൂളിൽ പ്രധാന അധ്യാപിക സുമീറോസും പഞ്ചായത്ത് അധികൃതരെ സ്വീകരിച്ചു. അഭിമാന വിജയം നേടാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച അധ്യാപകരെ അഭിനന്ദിച്ച് മധുരം പങ്കുവച്ചും പഞ്ചായത്ത് അധികാരികൾ വിജയാഘോഷങ്ങളിൽ പങ്കാളികളായി. SSLC പരീക്ഷയിൽ 100% വിജയത്തിളക്കം നേടി ഗവൺമെന്റ് സ്കൂളുകൾ. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂൾ, MGDHS കുന്നംകുളം, ചാവക്കാട് ഗവൺമെന്റ് സ്കൂൾ, കടവല്ലൂർ GHSS, MRM സ്കൂൾ ചാവക്കാട്, ഫിഷറീസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് 100% വിജയത്തിളക്കം നേടിയത്. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ തുടർച്ചയായ 8ാം വർഷവും 100% വിജയത്തിളക്കത്തോടെ ഈ വർഷത്തെ SSLC റിസൾട്ട് കരസ്ഥമാക്കി. പരീക്ഷ എഴുതിയ 43 വിദ്യാർത്ഥികളിൽ 15 പേർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. 8 വിദ്യാർത്ഥികൾ 9 വിഷയങ്ങൾ A+ഉം 6 കുട്ടികൾ 8 A+ഉം നേടി. തിരുവെങ്കിടാചലപതി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട നടന്നു. ക്ഷേത്രത്തിൽ വൈകിട്ട് പൂജകൾക്ക് ശേഷം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി. ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ അനന്തനാരായണൻ തിടമ്പേറ്റി. കോട്ടപ്പടി സന്തോഷ് മാരാരുടെ പ്രമാണിത്വത്തിൽ നടന്ന മേളത്തിന് അനീഷ് നമ്പീശൻ, ഗുരുവായൂർ സേതു, ഗുരുവായൂർ ഷൺമുഖൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്ര താഴത്തേക്കാവ് പരിസരത്ത് നിന്ന് ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ അനുഷ്ഠാന നിറവോടെ വായ്ത്താരി അറിയിപ്പ് കഴിഞ്ഞ് പള്ളിവേട്ട നടന്നു. ഓട്ടപ്രദക്ഷിണവുമായി 7 തവണ ക്ഷേത്രം വലം വെച്ച് പള്ളിക്കുറുപ്പോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി GVHSS ബോയ്സ് കുന്നംകുളം സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ദേശീയ സർക്കാർ അംഗീകാരമുള്ള 2 സൗജന്യ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ജ്വല്ലറി ഡിസൈൻ, ഹൈഡ്രോപോണിക്സ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ. 15 മുതൽ 23 വരെയാണ് പ്രായപരിധി. ഓരോ കോഴ്സിനും 25 പേർക്ക് പ്രവേശനം നൽകും. അപേക്ഷകൾ 15-ാം തീയതി വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 70 12 80 95 80 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വെൽഫെയർ പാർട്ടി നടത്തുന്ന സാഹോദര്യ പദയാത്രയ്ക്ക് പെരുമ്പിലാവിൽ സ്വീകരണം നൽകി. നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന സന്ദേശമായാണ് സാഹോദര്യ പദയാത്ര മുന്നോട്ട് പോകുന്നതെന്ന് പെരുമ്പിലാവിൽ നൽകിയ സ്വീകരണത്തിൽ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരി അഭിപ്രായപ്പെട്ടു. പൂങ്കാവനം റോഡിൽ നിന്നും ആരംഭിച്ച പദയാത്ര പെരുമ്പിലാവ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അസീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CM ഷെരീഫ്, സുലൈഖ അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. രാവിലെ നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകളുമുണ്ടായി. കക്കാട് വാസുദേവൻ നമ്പൂതിരി പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി 8 മണിയോടെ വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശിങ്കാരിമേളം, കൈക്കുട്ടിക്കളി, തമ്പോല, കാവടി എന്നിവ ക്ഷേത്രത്തിലെത്തി.
ഹക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് ടീച്ചർ ട്രെയിനിംഗ് കോളേജിൽ 2024-26 വർഷത്തെ ബി.എഡ് ബാച്ചിന്റെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. കോളേജിൽ നടന്ന ഉദ്ഘാടനം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ബി.എഡ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വർഗീസ് അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയൻ പൂളയ്ക്കൽ മുഖ്യാതിഥിയായി. കോളേജ് മാനേജർ ഗ്രിഗറി P. ചാക്കോച്ചൻ, 13ാം വാർഡ് മെമ്പർ ഗിരിജ, 14ാം വാർഡ് മെമ്പർ ഫൗസിയ, കോളേജ് അധ്യാപകരായ ഡോക്ടർ VC ബിനോജ്, നിഷ മമ്മു, റജീന, കോളേജ് ചെയർമാൻ ജെറി ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രൊജക്ട് മുഖാന്തരം ഡോക്ടർമാരെ ഇന്റർവ്യൂ ചെയ്ത് തെരഞ്ഞെടുക്കുന്നു. MBBS ഡിഗ്രി TCMC ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ളവർ 14ാം തീയതിക്ക് മുമ്പ് സർട്ടിഫിക്കറ്റ് പകർപ്പ് സഹിതമുള്ള അപേക്ഷ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04885 29 62 49 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം കോട്ടപ്പടി പരേതനായ തൂമാട്ട് വേലായുധൻ ഭാര്യ കാർത്തിയേയനി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ വാതക ശ്മശാനത്തിൽ നടന്നു. രജനി, രാജൻ, ഷീജ, ഷീബ എന്നിവർ മക്കളാണ്. പഴഞ്ഞി അയ്നൂർ തെങ്ങുങ്ങൽ പരേതനായ ഇട്ടി മാത്യുവിന്റെ മകൻ കൊച്ചുമോൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടന്നു. എരുമപ്പെട്ടി തിപ്പല്ലൂർ കിഴക്കുങ്കര വീട്ടിൽ ശിവശങ്കരൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പാർവതി ഭാര്യയും രമ്യ, വിനു എന്നിവർ മക്കളുമാണ്. 2 ആഴ്ച മുമ്പ് ശിവശങ്കരന്റെ മാതാവ് മരിച്ചിരുന്നു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാന് ഇരട്ടി പ്രഹരം നൽകാൻ ഇന്ത്യ. സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി നടത്തിയ ചർച്ചയിൽ ആക്രമണം കടുപ്പിക്കാൻ തീരുമാനം. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയം 99.5%. 4,24,583 കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടി. MDMA കടത്ത് കേസിൽ മുഖ്യ സൂത്രധാരൻ സൗത്ത് തൃത്താല സ്വദേശി ജാഫർ സാദിഖ് ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഓങ്ങല്ലൂർ പട്ടാമ്പി മേഖലയിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണികളാണ് മൂവരുമെന്ന് പോലീസ്. ചാവക്കാട് കോടതി നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഗുരുവായൂർ MLA NK അക്ബർ. 37.9 കോടി രൂപ ചെലവഴിച്ച് 5 നിലകളിലായി നിർമ്മിക്കുന്ന ചാവക്കാട് കോടതിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.